ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിൻ്റെ സമ്പൂർണ്ണ ആധിപത്യം കണ്ട ഒരു മത്സരമാണ് ഇന്ന് കടന്നുപോയിട്ടുള്ളത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് സ്കോട്ട്ലാൻഡിനെ ബ്രസീൽ പരാജയപ്പെടുത്തിയത്. ഫിനിഷിംഗ് ഒന്നുകൂടി മെച്ചപ്പെടുത്തിയിരുന്നുവെങ്കിൽ 5-6 ഗോളുകൾ നേടാൻ ഈ മത്സരത്തിൽ ബ്രസീലിന് സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. അത്രയേറെ മികച്ച പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത്. ഏതായാലും മത്സരശേഷം നെയ്മർ ജൂനിയർ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വിനീഷ്യസ് ജൂനിയറെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും നെയ്മറുടെ വാക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണ്. ശാരീരികമായി ഞാനിപ്പോൾ നല്ല നിലയിലാണ് ഉള്ളത്. കൂടുതൽ മിനിറ്റുകൾ കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ തീരുമാനം എടുക്കേണ്ടത് പരിശീലകനാണ്. ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് ബ്രസീലിൻ്റെ 6ാം കിരീടമാണ്. വിജയങ്ങൾ നേടിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഞങ്ങൾ ഒരു ടീമായി ഒത്തൊരുമിച്ച് നിന്നാൽ ഞങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ ഏറ്റവും സന്തോഷവാനാക്കുന്ന കാര്യം എന്തെന്നാൽ ടീം ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളതാണ്. വിനിയുടെ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഒരു നല്ല സമയത്തിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട താരമാണ് വിനി. ഞങ്ങളെ ഒരുപാട് സഹായിച്ച് മത്സരം ഞങ്ങൾക്ക് അനുകൂലമാക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. ഇതാണ് നെയ്മർ ജൂനിയർ മത്സരശേഷം പറഞ്ഞിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയർ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ് എന്നുള്ളത് നെയ്മർ ഇപ്പോൾ പറയുന്നുണ്ട്. കൂടുതൽ സമയം കളിക്കാൻ നെയ്മർ ജൂനിയർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പരിശീലകനാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് കൂടി നെയ്മർ പറയുന്നുണ്ട്. ഏതായാലും അടുത്ത റൗണ്ടിൽ ബ്രസീലിൻ്റെ എതിരാളികൾ ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. മിക്കവാറും ജപ്പാൻ ആവാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അതല്ലെങ്കിൽ നെതർലൻഡ്സിനെ നേരിടേണ്ടി വന്നേക്കും എന്നുള്ളതാണ്. ഏതായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങൾ ജീവൻ മരണ പോരാട്ടങ്ങളാണ്. നെയ്മർ ജൂനിയർ തൻ്റെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറും എന്നാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.